ഫ്രണ്ട്സ്, റീഡിംഗ് മോഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോങ് ഡ്രൈവ് ആസ്വദിക്കാൻ കഥകൾ കേൾക്കുന്നത് ഒരു മനോഹരമായ അനുഭവമാണ്. റോഡിൻ്റെ നീണ്ട പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ കഥകൾ കേൾക്കുന്നത് മനസ്സിനെ ശാന്തമാക്കുകയും യാത്രയെ കൂടുതൽ രസമുള്ളതാക്കുകയും ചെയ്യുന്നു. ഓരോ കഥയും നമ്മെ പുതിയ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഇനി റീഡിംഗ് മോഡ് എന്ന ചാനലിലൂടെ നിങ്ങൾക്ക് കഥകൾ കേട്ടുകൊണ്ട് നിങ്ങളുടെ യാത്രകൾ സുഖമുള്ളതാക്കാം. ഈ വീഡിയോയിൽ തകഴിയുടെ അവൻ്റെ സ്മരണകൾ എന്ന പുസ്തകത്തിലെ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീണ്ടും കഥയിലേക്ക് പോകാം. വീണ്ടും ഞാൻ ഹോട്ടലിൻ്റെ പിന്നിലേക്ക് പോയി. അവളെയും തോളിൽ തൂക്കിയിട്ടുകൊണ്ട് ഞാൻ അവളെയും കൊണ്ടുപോകുന്നത് എല്ലാവരും നിന്ന് നോക്കുമായിരുന്നു. ചിലപ്പോൾ തല ഉയർത്തിപ്പിടിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ 4 പാടും നോക്കും. അവൾക്ക് പേടിയില്ല. അവൾക്കൊരു രക്ഷിതാവുണ്ട്. അവൾ വളരണമെന്നൊരു വ്യക്തമായ ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു എന്ന് എന്തോ എനിക്കറിഞ്ഞുകൂടാ. അവൾ വളർന്നിട്ട് അങ്ങനെ തുടങ്ങി അവളുടെ പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. ഇല്ലെന്നാണ് തോന്നുന്നത്. അവൾ എന്താകണം, എങ്ങനെയാകണം എന്നൊന്നും ഓർത്തിരിക്കാനിടയില്ല. ഞാൻ തന്നെ എന്താകണം, എങ്ങനെയാകണം എന്ന് ഞാൻ ഓർത്തിട്ടില്ല. അവൾ കരയുന്നത് എന്നെനിക്ക് തീർച്ചയുണ്ടായിരുന്നു. അവൾ കരയുന്നത് എനിക്ക് പേടിയായിരുന്നു. ഞാൻ അവളെ കരയിച്ചിട്ടില്ല. ചിലരെല്ലാം എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് നിന്റെ ആരാടാ, ഇളയതാണോ? ആരാണെന്ന് ഞാൻ പറയണം. കുറേ ചോദ്യങ്ങൾ അങ്ങനെ ഉണ്ടായപ്പോൾ ഇളയതാണെന്ന് തന്നെ പറഞ്ഞു. കണ്ടോ, ആ ചെറുക്കൻ അവൻ്റെ ഇളയതിനെ സ്നേഹത്തോടെ തോളിലിട്ടുകൊണ്ട് പോകുന്നു. പാവം, തള്ളയും ചത്തു, അവനേ ഉള്ളൂ അതിന് എന്നു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവളൊരു സിദ്ധാന്തക്കാരത്തിയായിരുന്നു. ചിലപ്പോൾ എടുത്തുകൊണ്ട് നടന്നു കൈ കഴിക്കുമ്പോൾ ഒന്ന് കൈമാറാൻ ആളുണ്ടോ? ഞാൻ അവളെ താഴത്തു നിർത്തും. അവൾ കരച്ചിൽ തുടങ്ങും. ഞാൻ പോകുന്ന വഴിയല്ല അവൾ ഇഷ്ടപ്പെടുന്നത്. അവൾക്കിഷ്ടമുള്ള വഴി ചൂണ്ടിക്കാണിക്കും. ഞാൻ അങ്ങനെ പോകും. ചിലപ്പോൾ അവളുടെ സിദ്ധാന്തം എനിക്ക് മനസ്സിലാവുകയില്ല. എങ്ങനെയെങ്കിലും ഞാൻ അവളെ കരയിച്ചിട്ടില്ല. അതിനിടമുണ്ടാക്കുകയില്ല. എനിക്ക് ദേഷ്യം വരാറില്ല. അതിന്നോളം ഉണ്ടായിട്ടില്ല. എന്തും സഹിക്കാൻ ജനിച്ചതാണു ഞാൻ. സഹിച്ചു. അങ്ങനെയുള്ളവന് ദേഷ്യം എവിടെ? തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെ വെളിച്ചമുള്ള ഘട്ടം അതാണ്. ചിരിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തത് അന്നല്ലേ ഉള്ളൂ. ചിരിക്കാനും കളിക്കാനും പഠിച്ചത് അന്നല്ലേ. അപ്പോൾ അത്രയും വെട്ടമുള്ള കാലം പിന്നെ ഉണ്ടാകുമോ? ഒരു സംഗതി പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങിയത് ഞാൻ അവളെപ്പോലെ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ കിടന്നുറങ്ങിയത് പോലെയായിരുന്നു. ആ പട്ടിയെപ്പോലെ ഞാനൊരു വളയമായി കിടക്കും. ആ വളയത്തിനുള്ളിൽ അവളെ കിടത്തും. അങ്ങനെ കുഞ്ഞിന് ചൂട് കൊടുത്ത് കിടക്കേണ്ടതെങ്ങനെ എന്ന് ഞാൻ പഠിച്ചിരുന്നു. അങ്ങനെ കിടന്നാലും അവൾ എൻ്റെ കഴുത്തിൽ ഇറുകെ അവളുടെ കൊച്ചു കൈകൊണ്ട് പിടിച്ചിരിക്കും. നല്ല ഉറക്കത്തിലും ആ പിടി അഴിയുകയില്ല. ആ കിടപ്പിൽ ഞാൻ ഒന്നിളകിയാൽ അവൾ പറ്റിക്കൂടി ആ പിടി ഒന്നുകൂടി മുറുക്കും. ഉറങ്ങാൻ കിടന്ന കിടപ്പിൽ നിന്നും എനിക്ക് അനങ്ങാനൊക്കുകയില്ല. അങ്ങനെ തന്നെ കിടക്കണം. അമ്മയോട് ചേർന്ന് മുലയും കുടിച്ച് കിടന്നതായിരിക്കണം ആ കൊച്ച്. അപ്പോൾ ഉറക്കത്തിലും അതിന് പേടിയില്ല. അമ്മ അടുത്ത് കിടക്കുന്നതെന്ന് ഓർമ്മയുണ്ട്. ചിലപ്പോൾ അത് ഉരുണ്ടു മാറിപ്പോകും. അമ്മയും ഉറക്കത്തിൽ മാറിപ്പോകും. ഉണർന്നു അമ്മച്ചി എന്ന് വിളിച്ചപ്പോൾ അമ്മ അതിൻ്റെ അടുത്തേക്ക് ഉരുണ്ടു ചെല്ലും. പിന്നീട് മുലയെടുത്ത് വായിൽ വെച്ച് കുടിക്കും. അങ്ങനെയായിരുന്നിരിക്കാം. ഒരു ദിവസം അങ്ങനെ കിടക്കുമ്പോൾ അമ്മയെ വിളിച്ചുകൊണ്ടുരുണ്ടു. അമ്മയില്ല. അമ്മ ഉരുണ്ട് അങ്ങോട്ട് ചെന്നതുമില്ല. അപ്പോൾ കൊച്ചു കുഞ്ഞാണെങ്കിലും അതിൻ്റെ അനുഭവമാണത്. അതായിരിക്കാം എന്നെ പിടിച്ചു വെച്ചുറങ്ങുന്നത്. ഞാനും ഉറക്കത്തിൽ പോയിക്കുമെന്നായിരിക്കും അതിൻ്റെ പേടി. ഒരു ദിവസം ഞാൻ മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റു. കരഞ്ഞുകൊണ്ട് അതും ചാടി എഴുന്നേറ്റു. ഞാൻ സ്വല്പദൂരം നടന്നു. അതും പിന്നിലെത്തി. എൻ്റെ കാലിൽ കടന്നു പിടിച്ചു. ആ കൊച്ചിനെ എങ്ങനെ കൈവെടിയും? അതിനെ വളർത്താൻ ഞാനല്ലാതെ ഒരു പട്ടിയുണ്ടോ? വല്ല വിധവും അത് വളർന്നാൽ മതിയായിരുന്നു. എങ്കിൽ ഒരിടത്തിരുത്തിയിട്ട് എനിക്ക് ജോലിക്ക് പോകാം. ഇപ്പോൾ അത് വയ്യ. അവൾ വളരും വരെ ഹോട്ടലിൻ്റെ പിന്നിലെ വീപ്പ ഞങ്ങൾക്ക് തീറ്റി തരട്ടെ എന്ന് വെച്ചു. ഒരു നാൾ രാത്രിയിൽ ചേർത്ത് പിടിച്ചു കിടന്നുറങ്ങുമ്പോൾ അവളുടെ ശരീരം തീ പോലെ പൊള്ളുന്നതായി തോന്നി. തൊടാൻ വയ്യ. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഛർദ്ദിച്ചു. ഞാൻ എടുത്ത് മാറ്റിക്കിടത്തി. അവൾ ഞരങ്ങുന്നു. ഞാൻ ഉമ്മ വച്ചുകൊണ്ട് ചോദിച്ചു, എന്താ അനിയത്തി? അവൾ ഒന്നും മിണ്ടിയില്ല. ഞാൻ എടുത്തുകൊണ്ടിരുന്നു. അതും അവൾക്ക് സുഖപ്പെട്ടില്ല. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് നടന്നു. വല്ല വിധവും നേരം വിളക്കാൻ മതിയായിരുന്നു. വീണ്ടും അവൾ ഛർദ്ദിച്ചു. അവളുടെ വയറിളകി. അടുത്തൊരു പൊട്ടച്ചട്ടി കിടപ്പുണ്ടായിരുന്നു. അതെടുത്തു കൊണ്ടുപോയി വാടത്തോട്ടിൽ നിന്ന് കുറേ വെള്ളം കൊണ്ടുവരാമെന്ന് വച്ചാൽ അവൾ എന്നെ വിടുന്നില്ല. രാത്രിയിൽ എങ്ങനെ അവളെയും കൊണ്ട് പൊന്നാര വീരനും ഒരു വീരനും വളരുന്ന കാട്ടിൽ കൂടി ഇറങ്ങിച്ചെല്ലും? നേരം വെളുത്തു. അവളുടെ മുഖവും ചുണ്ടും വാടിയിരുന്നു. ഞാൻ ഉമ്മ വച്ചു കിക്കിളി ഉരുട്ടി നോക്കി. അവൾ ചിരിക്കുന്നില്ല. അവൾക്ക് വെള്ളം കുടിക്കണം. ഞാൻ അവളെ എടുത്തുകൊണ്ട് പോയി വാടത്തോട്ടിൽ നിന്നും വെള്ളം കോരി കൊടുത്തു. എടുത്തുകൊണ്ട് നടക്കുമ്പോൾ എൻ്റെ ശരീരം വഴി വയറിളകുകയും ഛർദ്ദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. തോളിൽ ശിരസ് വെച്ച് അവൾ തളർന്നു കിടക്കുകയാണ്. എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
അന്നും ഞാൻ ഹോട്ടലിൻ്റെ പിന്നിൽ പോയി. അവൾക്കും കുറച്ചൊക്കെ കൊടുത്തു. അവളെ ഞാൻ പട്ടിണിക്കിട്ടിട്ടില്ല, പട്ടിണിക്കിടുകയുമില്ല. ഒരു വശത്തുകൂടെ മലവും ഒരു വശത്തുകൂടെ ഛർദിലും ഒഴുക്കി അവളെയും തോളിലിട്ടുകൊണ്ട് പോകുന്ന എന്നെ കണ്ട് ഞങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു തള്ള ചോദിച്ചു, എന്താടാ കൊച്ചിന്? ഞാൻ പറഞ്ഞു, ദണ്ണമ്മ, കടപ്പുറത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് മേടിച്ചു കൊടുക്ക്. കടപ്പുറത്ത് ആശുപത്രി എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അവിടേക്ക് ഞാൻ പോയി. എവിടെ ചെന്നാണ് മരുന്ന് മേടിക്കേണ്ടത്, ആരെയാണ് കാണേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരിടത്ത് ഞാൻ സായിപ്പിനെ പോലെ ശരായുമൊക്കെ ഇട്ടിരിക്കുന്നു. അയാൾ ഇരിക്കുന്നു. മുറിയുടെ വാതിൽക്കൽ കുറേ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അവർ എല്ലാവരും ദണ്ണക്കാരാണെന്ന് എനിക്ക് തോന്നി. ഞാനും അവിടെ ചെന്നു നിന്നു. പിന്നീട് കയറി ചെന്നു. അയാൾ എഴുതുകയായിരുന്നു. തല പൊക്കി നോക്കി എന്നോട് ചോദിച്ചു, എന്തടാ? ഞാൻ പറഞ്ഞു, കൊച്ചിന് ദണ്ണമ്മ, നിന്റെ ചീട്ടെവിടെ? എനിക്ക് മനസ്സിലായില്ല. ദേഷ്യത്തോടെ അദ്ദേഹം പറഞ്ഞു, പോയി ചീട്ടെടുത്തിച്ചോണ്ട് വാ. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ശകല നേരം നിന്നു. അപ്പോഴേക്കും കൊച്ചു ഛർദ്ദിക്കുകയും വയറിളക്കുകയും ചെയ്തു. അതെല്ലാം അവിടെ വീണു. അയാൾ മൂക്ക് പൊത്തിക്കൊണ്ട് ഒരു ചാട്ടം. എന്തൊക്കെയോ അയാൾ പറഞ്ഞു. പേടിച്ച് ഞാൻ പുറത്തിറങ്ങി. പിന്നീട് ഞാൻ അവിടെയും ഇവിടെയും എല്ലാം നടന്നു. ഒരിടത്ത് ആളുകൾക്ക് മരുന്ന് കൊടുക്കുന്നു. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, ഈ കൊച്ചിന് എത്ര മരുന്ന് തരണം? മരുന്ന് കൊടുക്കുന്ന ആൾ പറഞ്ഞു, അപ്പുറത്ത് പോയി എഴുതിച്ചോണ്ട് വാ. മറ്റൊരു കുഴപ്പം കൂടി, എല്ലാവരും കുപ്പിയിലാണ് മരുന്ന് കൊണ്ടുപോകുന്നത്. മരുന്നിന് കുപ്പി കൊണ്ടുവരണം. എനിക്ക് കുപ്പിയില്ല. അപ്പോൾ ഒരു കുപ്പി എവിടെന്നെങ്കിലും സമ്പാദിക്കണം. ഞാൻ ആശുപത്രിയിൽ നിന്നിറങ്ങി. എന്നെക്കൊണ്ട് മറ്റെന്തു ചെയ്യാൻ കഴിയും? വാടത്തോട്ടിൻ്റെ ഇരുകരകളിലും പൊട്ടിയ കുപ്പികൾ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാടുകൾക്കിടയിൽ കൂടി കുപ്പി തേടി ഞാൻ നടന്നു. അവസാനം കഴുത്തുപോയൊരു പൊട്ട കുപ്പി എനിക്ക് കിട്ടി. പിറ്റേന്ന് മരുന്നിന് പോകണമെന്ന് ഞാൻ നിശ്ചയിച്ചു. ആ കൊച്ച് തീരെ അവശയായി. അതിൻ്റെ തല നേരെ നിൽക്കുന്നില്ല. എടുത്തുകൊണ്ട് നടക്കുന്നത് അതിനിഷ്ടമല്ല. ഞാൻ അവളെ കിടത്തി. ഈച്ച വന്ന് പൊതിയുകയാണ്. ഞാനൊരു പൊന്നാരി വീരൻ്റെ കമ്പ് കൊണ്ട് ഈച്ചയെ ഓടിച്ചു കൊണ്ടിരുന്നു. അവൾ എന്നെ തന്നെ നോക്കിക്കൊണ്ട് കിടന്നു. ഒന്ന് ചുണ്ടു പിളർത്തുന്നത് പോലുമില്ല. ഒന്ന് ചിരിച്ചേ മോളെ, ഞാൻ പറഞ്ഞു. അവൾ ചിരിച്ചില്ല. ചിരിക്കാൻ വയ്യ. അവൾ വായി പൊളിക്കും. വെള്ളം കുടിക്കാനായിരുന്നു. വാടത്തോട്ടിൽ നിന്നും പൊട്ടച്ചട്ടിയിൽ വെള്ളം കോരിക്കൊണ്ട് വന്ന് ഞാൻ കൂടി കൂടി ഇറ്റിച്ചു കൊടുത്തു. അന്നു രാത്രിയിൽ ഞാൻ ചുരുണ്ടുകൂടി കിടന്നു. അവളെ കൈയെടുത്തു കെട്ടിപ്പിടിച്ചില്ല. ഞാൻ എഴുന്നേറ്റിരുന്നപ്പോൾ അവളും എഴുന്നേറ്റില്ല. ഞാനൊന്ന് മയങ്ങിപ്പോയി. തേട്ടാ എന്ന് എന്നെ വിളിച്ചെന്ന് തോന്നി. ഞാൻ ഉണർന്ന് തൊട്ടു നോക്കി. പച്ചവെള്ളം പോലെ അവൾ തണുത്തിരുന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, എൻ്റെ പട്ടിയും അങ്ങനെ അന്ന് തണുത്തിരുന്നു. അവൾ നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഞാൻ നെഞ്ചത്ത് കൈവച്ചു നോക്കി. ശ്വാസം എടുക്കുന്നുമില്ല, ശ്വാസം വിടുന്നുമില്ല. അന്ന് എതിരേൽപ്പാലത്തറയിൽ വച്ച് ഞാൻ സൂക്ഷിച്ചു നോക്കിയ ശ്വാസം, അത് നിന്നു. അവളുടെ തണുത്ത കൈ പിടിച്ച് എൻ്റെ കഴുത്തിനു ചുറ്റുമിട്ട് ഞാൻ ഒരു ഉമ്മ വച്ചു. അന്നത്തെ രാത്രി പോലെ നീണ്ട ഒരു രാത്രി ഉണ്ടായിട്ടില്ല. നേരം വെളുക്കുന്നേയില്ല. നേരം വെളുത്താൽ എനിക്കവളെ കാണാമായിരുന്നു. അങ്ങനെ നേരം വെളുത്തു. ഞാൻ അവളെ കണ്ടു. എനിക്ക് മനസ്സിലായി, ഞാൻ എന്തു ചെയ്യും? എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ അവിടെ നിന്ന് ആരും കാണും മുൻപ് പോയി. വഴിനീളെ ഞാൻ ആലോചിച്ചു, അവൾ എങ്ങനെ എന്നുവരെ കിടക്കും? അന്നു രാത്രിയിൽ ഞാൻ അവിടെ വന്നു. അവൾ അവിടെ തന്നെ കിടപ്പുണ്ട്. ആരും കൊണ്ടുപോയിട്ടില്ല. ഇപ്പോൾ അവൾ ചേട്ടാ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇല്ല, അവൾ വിളിക്കുകയില്ല. ഞാൻ പിന്നീട് പലപ്പോഴും ഓർത്തിട്ടുണ്ട്, എന്തിനായി അവൾ ജനിച്ചു? എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ചിരിക്കാനും കളിക്കാനും എന്നെ പഠിപ്പിക്കാൻ, അല്ലാതെ മറ്റെന്താണ് ഒരു കാരണമുള്ളത്? അവക്കാർക്കത് പഠിക്കേണ്ടായിരുന്നു. അവൾ വളർന്നിരുന്നുവെങ്കിലോ? ഇപ്പോൾ ഞാൻ തീർച്ചയായി പറയും, അവൾ വളരേണ്ടായിരുന്നു എന്ന്. വളർന്നിരുന്നെങ്കിൽ എൻ്റെ കൂടെയേ വളരുമായിരുന്നുള്ളൂ. എൻ്റെ കൂടെ വളർന്നിരുന്നെങ്കിൽ അവളുടെ ജീവിതം എന്തായി തീർന്നേനെ? അവൾ വളരാത്തത് നന്നായി. അവൾ ഭാഗ്യമുള്ളവളാണ്. എന്നാൽ ഒരുപക്ഷെ എൻ്റെ ജീവിതവും മാറിയിരുന്നേയിരിക്കാം. അപ്പോൾ എനിക്കൊരു അനുജത്തി ഉണ്ടെന്ന് തോന്നും. അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ ഒരുപക്ഷെ എൻ്റെ ജീവിതം വേറെ ഒന്നാകുമായിരുന്നിരിക്കാം. ഞാൻ അടുത്ത ദിവസം ബോട്ടുകടവിന് കിഴക്കുവശം കടവിലിറങ്ങി കുളിച്ചു. അങ്ങനെ ആ കാലം അങ്ങ് അവസാനിപ്പിച്ചു. അപ്പോഴും ചിലരെല്ലാം ചോദിക്കുമായിരുന്നു, നിന്റെ കയ്യിലിരുന്ന കൊച്ചെന്തേ? ഞാൻ പറഞ്ഞു, അത് ചത്തുപോയി. ഒരുത്തൻ പറഞ്ഞു, ഇനിയും നോക്കി നടന്നു കിട്ടും. അത് ശരിയായിരുന്നു. ചിലപ്പോൾ ഇനിയും എൻ്റെ കയ്യിലൊരു കൊച്ച് അതുപോലെ വന്നു ചേർന്നു എന്ന് വരാം. അങ്ങനെ ഒന്നിനെ ഇനിയും കണ്ടെത്തിയാൽ ഞാൻ എടുക്കുമോ? എനിക്കറിഞ്ഞുകൂടാ. കയ്യിലെ ഭാരം ഒഴിഞ്ഞെങ്കിലും മനസ്സിന് എനിക്കൊരു ഭാരമായിരുന്നു. ആ ഭാരവും കൊണ്ട് ഞാൻ നടന്നു.